നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി. 45 വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നഗരത്വം, നമ്മുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് എല്ലാവരെയും ആവശ്യം. അവർ പിന്തുണ കൊടുക്കുന്ന എല്ലാവരെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഈ സർക്കാരിന്റെ കേസിൽ ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനൊന്ന് കാത്തിരിച്ചാൽ പോരെ. ഓൾമോസ്റ്റ് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പരാതിയും വിഷയങ്ങളും വോട്ട് ഡിലീറ്റ് ചെയ്യുകയും എല്ലാം വരുന്നത്. ഓൾറെഡി നമ്മൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മൾ പിന്നീട് കാണുമ്പോൾ കേസിനെ കുറിച്ച് മാത്രമായിരുന്നു ചോദ്യം. എന്ത് പറ്റിയതായിരുന്നു, പെട്ടെന്ന് എന്ത് പറ്റിയെന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ അറിയാമെന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം വരണമെന്നുള്ള ആഗ്രഹവും എല്ലാവർക്കും തന്നെയുണ്ട്. പരാതിയെല്ലാം നമ്മൾ കൊടുത്തിരുന്നു. കൊടുക്കേണ്ട ആളുകൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു. പാർട്ടി പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ നീതുവിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജനങ്ങളെ കാണാനും വോട്ട് ആവശ്യപ്പെടാനും. നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി. 45 വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നഗരത്വം, നമ്മുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളയാവുന്നത്. പാതയുടെ സ്ഥിതിയിൽ നമുക്ക് കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷനെ, മാലിന്യം എല്ലാവരുടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. അതിൽ നീതുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നീതുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് എല്ലാവരെയും ആവശ്യം. ഇത്തവണ കുറച്ചധികം പണി കോൺഗ്രസ് UDF എടുത്തിട്ടുണ്ട്. അത് റിസൾട്ടിൽ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അതെ, പക്ഷേ അതിൻ്റെ ഒപ്പം അത് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് പറയണം. എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ കണ്ട ഒരു അഭ്യർത്ഥനമാണ് ഞാൻ ഇറക്കിയത്. ആദ്യം ആൾക്കാരോട് ആവശ്യപ്പെട്ടത് വന്ന് ഇറങ്ങി വോട്ട് ചെയ്യും. ഞാൻ മുമ്പിലത്തെ ഇലക്ഷനിലൊക്കെ 35-40%, 38% ഒക്കെ ടേൺ ഔട്ട് കാണുമ്പോൾ ദുഃഖമേ തോന്നുള്ളൂ. കാരണം നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരം? നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നവർ. നമ്മൾ ആ എഫേർട്ട് എടുക്കണം, നമ്മൾ ഇറങ്ങണം, വോട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മളുടെ ഭാവിയെ നമ്മുടെ കയ്യിൽ വീണ്ടും എടുക്കാൻ സാധിക്കുന്നത്. അതാണ് എൻ്റെ അഭ്യർത്ഥന. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് പുതിയ സ്ഥാനാർത്ഥികൾ, യുവ സ്ഥാനാർത്ഥികൾ, പുതുമുഖങ്ങൾ. പക്ഷേ വെറും മുഖത്തിൻ്റെ കാര്യം മാത്രമല്ല, അവർ കഴിവും നോക്കി, അവരുടെ അറിവും നോക്കി, അവർ ജനകീയരായ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ അവരെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണ സാധ്യതകൾ നല്ലതാണ് UDFൻ്റെ. എന്തായാലും മാറ്റത്തിന് വൈകുന്ന ജനങ്ങളുടെ മനസ്സിൽ നല്ലോണം കയറിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെന്റിനെ കുറിച്ച്, ഒരു വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. പലവർക്കും ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഇങ്ങനെയൊരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിക്ടിമിൻ്റെ ഒപ്പം, സർവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ഞാനും അവിടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ന്യായമാണ് വേണ്ടത്. എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ്. അതിന് എന്ത് പറ്റിയേ, എങ്ങനെയാണ് ഇത് പറ്റിയത്, ഇതിൻ്റെ പുറകെ വരവരുണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യണത് ശരി തന്നെയാണ്. അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല. നമ്മൾ ജഡ്ജിമാർക്കും ജുഡീഷ്യറിക്കും വിട്ടു. സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നതെന്ന് UDFന്റെ കൺവീനറും പാർലമെന്റിൽ താങ്കൾക്കൊപ്പം സഹപ്രവർത്തകനുമായ അടൂർ പ്രകാശ് പറയുന്നു. നോക്കൂ,
എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല, ന്യായത്തിൻ്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ ഈ സർവൈവറിൻ്റെ വിഷയം നിങ്ങൾ എല്ലാവർക്കും അറിയാം. അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് നമുക്ക് സല്യൂട്ട് ചെയ്യണം. കാരണം പല പല കേസുകളിലും ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രഷേഴ്സും ഒക്കെ സംഭവിക്കുമ്പോൾ പല മഹിളകൾ ഇങ്ങനെയുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇവർ 8 വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയ ശേഷം അവർക്കും അവസാനത്ത് ഒരു ന്യായം കിട്ടി, ജസ്റ്റിസ് കിട്ടിയെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ. അഥവാ ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം? നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസ് ഒന്നും ഇല്ല. അത് നിയമപ്രകാരം ന്യായം വരട്ടെ. അതാണ് ഈ സമൂഹ മാധ്യമങ്ങളിലേക്ക് താങ്കൾക്ക് വീർ സവർക്കർ പുരസ്കാരം കിട്ടി എന്ന ഒരു പോസ്റ്റ് ഇത് ഞാൻ ആദ്യ തവണയാണ് കേൾക്കുന്നത്. മാധ്യമക്കാരൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്കൊരു പിടുത്തമില്ല ആരാണ് ഈ അവാർഡ് തന്നിരിക്കുന്നത്, ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ആരുടെ കയ്യിലാണ് കിട്ടേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല. അത് ആദ്യത്തെ തവണ ഞാൻ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിക്കട്ടെ. നമ്മൾ ഇപ്പോഴെന്തായാലും എന്റെ അറിവ് നിങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അവാർഡിന്റെ പ്രസക്തി എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. നോക്കൂ, UDF കൺവീനർ പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു. ഇതിലൊരു പാർട്ടി ലൈനിലൊരു വിഷയമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ എന്റെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നില്ല. അത് ഇന്നൊരു വോട്ടെടുപ്പ് ദിവസമാണ്. എന്റെ അഭിപ്രായത്തിൽ അഥവാ ഈ മഹിളയുടെ മനസ്സിൽ അവര് പിന്തുണ കൊടുക്കുന്ന എല്ലാവരും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഈ സർക്കാരിന്റെ കേസിൽ ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനൊന്ന് കാത്തിരിച്ചാൽ പോരെ. അദ്ദേഹത്തെ കോൺഗ്രസിന് പുറത്താക്കിയില്ലേ? അപ്പൊ വേറെ അത് പാർട്ടിയോട് ചോദിച്ച വേറെ കാര്യമുണ്ടോ? ഐ എം നോട്ട് അക്കൗണ്ടന്റ്. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. വേറെ വ്യക്തികൾ പറയുന്നത് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്തം ഉണ്ടാവുക? എനിക്ക് വല്ല ബന്ധമുണ്ടോ? ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശരി, താങ്ക് യു വെരി മച്ച്. ഈ ഇലക്ഷൻ നന്നായി പോകും. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വൈഷ്ണ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ മലയാളികൾ ഓർക്കും. അവരുടെ പേര് പറയാതെ ഈ ഒരു തിരഞ്ഞെടുപ്പ് മാറില്ല എന്നുള്ളതാണ്. എന്തായാലും വൈഷ്ണ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വോട്ടെടുപ്പ് തിരക്കിലാണ്. വൈഷ്ണ അറിയാം തിരക്കാണ് എന്ന്. എങ്കിൽ പോലും തുടക്കം മുതൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ, എന്തിനേറെ പറയുന്നത് വോട്ട് ചെയ്യാൻ പോലും അർഹതയില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആണ്, പൂർണ്ണ വിശ്വാസമുണ്ട്. തവണ മുട്ട എന്തായാലും UDF പിടിക്കും. പ്രചാരണങ്ങളൊക്കെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയായിരുന്നു. അതെ, വളരെ നന്നായി തന്നെ പോയി. നമുക്ക് ഇടയ്ക്ക് കുറച്ച് ലാഗ് വന്നിരുന്നു ഈ കേസും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ വളരെ നന്നായി തന്നെ കലാശക്കൊട്ടോടുകൂടി പ്രചരണം അവസാനിപ്പിക്കാനായി പറ്റി. വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. പ്രചാരണത്തിന് 10ഓളം ദിവസങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം കണ്ട ഒരുപാട് ആളുകളുണ്ടല്ലോ, നാട്ടുകാരൊക്കെ. അതിനുശേഷം വിവാദങ്ങൾക്ക് ശേഷം വൈഷ്ണ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അർഹയാണ് എന്നതടക്കം നിയമപരമായിട്ട് ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം കണ്ട പ്രതികരണം എങ്ങനെയുണ്ട്? അല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പരാതിയും വിഷയങ്ങളും വോട്ട് ഡിലീറ്റ് ചെയ്യുകയും എല്ലാം വരുന്നത്. ഓൾറെഡി നമ്മൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മൾ പിന്നീട് കാണുമ്പോൾ കേസിനെ കുറിച്ച് മാത്രമായിരുന്നു ചോദ്യം. എന്ത് പറ്റിയതായിരുന്നു, പെട്ടെന്ന് എന്ത് പറ്റിയെന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ അറിയാമെന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം വരണമെന്നുള്ള ആഗ്രഹവും എല്ലാവർക്കും തന്നെയുണ്ട്. ഇതിലിപ്പോൾ മുന്നോട്ട് വരുമ്പോൾ വൈഷ്ണയുടെ കാര്യത്തിൽ പരാതി കൊടുത്ത ആളുകളെ കുറിച്ച് ചില റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നല്ലോ. അത് 22ഓളം പേരാണ് ഒരേ അഡ്രസ്സിൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പിന്നീട് ആരും പറയുന്നത് കേട്ടില്ല. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന്റെ പരാതിയെല്ലാം നമ്മൾ കൊടുത്തിരുന്നു. കൊടുക്കേണ്ട ആളുകൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു. പാർട്ടി പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഓക്കെ, എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്, പ്രചാരണത്തിലാണ്. വളരെ സന്തോഷം. എന്തായാലും തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വോട്ടെടുപ്പ് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പോളിംഗ് ബൂത്തിലേക്കൊക്കെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ സജീവമാണ്. നമ്മളിപ്പോൾ ആർ ശ്രീരേഖയെ പോലുള്ള നേതാക്കന്മാരെ കണ്ടു. ഇപ്പോൾ വൈഷ്ണ കൂടെ ഉണ്ടായിരുന്നു. വൈഷ്ണ, എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു വിജയം തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ UDF-നെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉണ്ട് എങ്കിൽ പോലും യുവ നേതാക്കന്മാരെ മുൻനിരയിലേക്ക് വന്നുകൊണ്ടുള്ള ഒരു പുതിയ ഒരു തുടക്കം എന്ന് തന്നെയാണ് ഇത്തവണത്തെ UDF-ന് പ്രധാനപ്പെട്ട ഒരാശയം. എന്തായാലും UDF-ഉം LDF-ഉം BJP-യും ഒക്കെ അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.